കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗുഡ് സമരിറ്റൻ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്ന വിസ്മയ സന്ദേശത്തിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗംഭരിതവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. കർത്താവിൽ പ്രിയമുള്ളവരെ, വീണ്ടും നമുക്ക് ഈ നല്ല പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനവുമായി കണ്ടുമുട്ടുവാൻ സർവകൃപാലുവായ കർത്താവ് തന്ന ഈ നല്ല അവസരത്തിനായി ഞാൻ കർത്താവിനെ വാഴ്ത്തി സ്തുതിക്കുന്നു. ഓരോ ദിവസങ്ങളിലും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം നമുക്ക് നൽകുന്ന പ്രചോദനം എത്ര വലിയതാണ്. ഇന്നത്തെ നമ്മുടെ പുതിയ ദിവസം നമുക്ക് ദൈവവചനവുമായിട്ട് ആരംഭിക്കാം. ഈ ദിവസങ്ങളിൽ നമ്മൾ എന്താ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ദൈവത്തിൻ്റെ വചനം എന്ന വിഷയമാണ്. കഴിഞ്ഞ 20 എപ്പിസോഡുകളായി നാം ഈ വിഷയം തുടർച്ചയായിട്ട് ചിന്തിക്കുകയായിരുന്നു. ഇന്ന് അതിൻ്റെ 21ാമത്തെ എപ്പിസോഡിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ചില എപ്പിസോഡുകൾ ബഹുമാനമുള്ള പേരകത്ത് ചെറിയാൻസ്കറിയ സാർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് നമുക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ തിരുവചനത്തിലൂടെ നൽകിയത്. ഇന്നും പ്രിയ സാറിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചിന്തിച്ചത് പാപം എന്താണ് എന്നാണ്. അപ്പൊ പാപം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി പാപം വിട്ട് ഒരു മനുഷ്യൻ ജീവിക്കുന്നൊരു വ്യക്തിയുടെ മാനസാന്തര അനന്തര ജീവിതം എങ്ങനെ ആയിരിക്കണം എന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. അതായത് പാപം വിട്ട് വിശുദ്ധിയിലേക്ക് വന്ന ഒരുവൻ തുടർന്നുള്ള അവൻ്റെ ജീവിതം എങ്ങനെ നയിക്കണം. അപ്പോൾ നമുക്ക് സാറിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കാം. സാറേ, ഈ പാപം എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി പാപത്തെ ഉപേക്ഷിച്ച ഒരുവൻ്റെ ക്രൈസ്തവ ജീവിതം എങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ്. ശരി. അപ്പോൾ ഇന്നലെ നമ്മൾ മനസ്സിലാക്കി പാപം എന്ന് പറയുന്നത് ഒരു കളക്റ്റീവ് പേരാണ്. അതെ. അതിൻ്റെ അടിയിൽ പിന്നെ പല സ്വഭാവങ്ങളിൽ പാപമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. അതെ അല്ലേ? കൽപ്പന ലംഘനം പാപമാണ്. അതെ അല്ലേ? മറുതലിച്ച് നിൽക്കുന്നത് പാപമാണ്. അനുസരണക്കേട് പാപമാണ്. മനസ്സിളകം അറിയുന്നത് പാപമാണ്. മത്സരം പാപമാണ്. അങ്ങനെ പാപത്തിന്റെ പല മുഖങ്ങളുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഇനിയും ഈ പാപത്തിന്റെ സ്വഭാവം, പാപിയുടെ സ്വഭാവമല്ല, ഈ പാപത്തിന്റെ സ്വഭാവം എന്താണ് നോക്കിയിട്ട് നമുക്ക് ഇതിനെ എങ്ങനെ വിജയിക്കാം എന്നുള്ള കാര്യത്തിലേക്ക് കടക്കാം. ഓക്കെ. പാപത്തിന്റെ സ്വഭാവം എന്താണ്? നമുക്ക് ഉൽപ്പത്തി പുസ്തകം 4-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം വായിക്കാം. നീ നന്മ ചെയ്യുന്നു എങ്കിൽ പ്രസാദം ഉണ്ടാകയില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിങ്കലേക്കാകുന്നു, നീയും അതിനെ കീഴടക്കണം എന്ന് കൽപ്പിച്ചു. ഓക്കെ. എന്ത് പറയുന്നു? അതെ. ഇത് പാപത്തിന്റെ സ്വഭാവം എന്താന്ന് ചോദിച്ചാല് ഇത് വാതുക്കെ കിടക്കുക. അതെ. സാറിന് പാപത്തോട് യാത്ര പറയാം, പക്ഷെ പാപം സാറിനോട് യാത്ര പറയത്തില്ല. അതവിടെ കിടക്കുക. കാര്യം എന്നാന്നറിയോ? ഇത് മനുഷ്യന്റെ ജീവിതത്തിൽ എപ്പോൾ സാഹചര്യം വരുന്നോ അന്നേരം ഇത് അകത്ത് കിടക്കും. എന്നിട്ട് അവനെ എന്ത് ചെയ്യുമെന്നറിയാമോ? യവനിൽ ഉള്ള സൽഗുണങ്ങളെല്ലാം പൂർണ്ണമായിട്ട് നശിപ്പിച്ചു കളയും പാപം എന്ന് പറയുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും? ദൈവം എന്ന് പറയുന്ന വ്യക്തിയെ പരിപൂർണമായിട്ട് ഈ മനുഷ്യനിൽ നിന്നും നീക്കിക്കളയും. എന്നിട്ട് എന്ത് ചെയ്യും? ഇവന് അങ്ങ് ഭരണം ആരംഭിക്കും. അതാണ് പാപത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്, അല്ലേ? അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ കീഴടക്കണം. വളരെ കീഴടക്കണം. ഈ പാപത്തിന്റെ സ്വഭാവത്തെ പറ്റി പൗലോസ് അപ്പോസ്തലന് തൻ്റെ സ്വന്തം ജീവിത അനുഭവത്തെ നമുക്ക് പകർന്നു തരുന്നുണ്ട്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലന്റെ സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് ഈ പാപത്തിന്റെ സ്വഭാവത്തെ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 7-ാമത്തെ അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം മുതൽ 25-ാമത്തെ വാക്യം വരെ വായിക്കാം. ന്യായപ്രമാണം ആത്മീകമെന്ന് നാം അറിയുന്നുവല്ലോ. അവിടെ നിൽക്കട്ടെ. അപ്പൊ ന്യായപ്രമാണത്തെ പറ്റി പറയുന്നു, അല്ലേ? എന്നിട്ട് താഴോട്ട് പിന്നെ മറ്റു കാര്യങ്ങൾ പറയുന്നുണ്ട്. ന്യായപ്രമാണം എന്തുവാണ്? ആത്മീകം. ഈ ന്യായപ്രമാണം ഉപേക്ഷിച്ചിട്ട് ഒരു ആത്മീയ ജീവിതം നടക്കുമോ? പറ്റത്തില്ല. അത് ഞാൻ അങ്ങ് പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. ബോണസ് ആയിട്ട് കേട്ടോ. വായിച്ചോളൂ. ഞാനോ ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ. പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ എന്താണെന്നറിയാമോ? പൗലോസ് അപ്പോസ്തലൻ ഒരു കാലത്ത് നീതിമാനാണെന്ന് ഉറച്ചു വിശ്വസിച്ചു. അതെ. ഒരു കുറവുമില്ല എന്ന് വിശ്വസിച്ച ഒരു മനുഷ്യനാ. പക്ഷെ സത്യം കണ്ടെത്തിയപ്പോഴോ
ഓ ഞാൻ അരിഷ്ട മനുഷ്യൻ എന്ന് നിലവിളിച്ചു പോയി. അതെ, അല്ലേ? എന്നിട്ട് പറയുന്ന അനുഭവങ്ങളാണ്. ആ അനുഭവമാണ് താഴോട്ട് പറയുന്നത്. വായിച്ചോളൂ. ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല, ഞാൻ ഇച്ഛിക്കുന്നതിനെ അല്ല പകയ്ക്കുന്നതിനെ അത്രേ ചെയ്യുന്നത്. അത് പാപത്തിന്റെ ശക്തിയാണ്. അതെ, അതന്നെ വായിച്ചോളൂ. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നു എങ്കിലോ ന്യായപ്രമാണം നല്ലത് എന്ന് ഞാൻ സമ്മതിക്കുന്നു. എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്നാണെന്നറിയോ? എന്നെ പ്രവർത്തിപ്പിക്കാൻ എനിക്ക് കഴിവ് തന്ന് എന്നെ കൊണ്ട് പ്രവർത്തിപ്പിക്കുമായിരുന്നെങ്കിൽ ന്യായപ്രമാണം നല്ലത്. ന്യായപ്രമാണം ഒന്നേ ചെയ്യുന്നുള്ളൂ. പാപം എന്താണെന്ന് പറയുന്നു, നീതി എന്താണെന്ന് പറയുന്നു, അത് മാത്രം. അതെ. ആകയാൽ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്ര. അപ്പൊ എന്ത് വസിക്കുന്നു എന്നാ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്? പാപം വസിക്കുക. എവിടെ വസിക്കാനുള്ള, ആര് വസിക്കാനുള്ളതാണ്? ഇത് ദൈവത്തിന്റെ മന്ദിരമായി ദൈവം വസിക്കാനുള്ള ഈ ആലയത്തിൽ നിന്ന് ദൈവത്തെ പുറത്താക്കിയിട്ട് പാപം പ്രവേശിച്ച് ഇത് ഭരിച്ച് നടത്തുകയാണ്. അത് പാപത്തിന്റെ സ്വഭാവമാണ്. ഓക്കെ, വായിച്ചോളൂ. എന്നിൽ എന്ന് വെച്ചാൽ എന്റെ ജഡത്തിൽ നന്മ വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. എന്ന് പറഞ്ഞാൽ എന്നാന്നറിയാം? ഒരു മനുഷ്യനിലുള്ള നന്മയെന്ന് പേരുകൊള്ളുന്ന ഏത് കാര്യങ്ങളെങ്കിലും ഉണ്ടോ അതിനെ മുഴുവൻ അടിച്ച് പുറത്താക്കുന്നതാണ് പാപത്തിന്റെ സ്വഭാവം എന്ന് മനസ്സിലാക്കണം. നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. താല്പര്യമുണ്ട്, പക്ഷെ പ്രവർത്തിക്കാൻ സാധിക്കാതെ പോകുന്നു. ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മ എത്രേ പ്രവർത്തിക്കുന്നത് എന്ന് നോക്കണം. ഇതിന്റെ പാപത്തിന്റെ ശക്തി നോക്കണം. അതെ, ഒരു മനുഷ്യനെ അവന്റെ അവയവങ്ങളെല്ലാം ഇതങ്ങോട്ട് ചേർന്നിട്ട് അല്ലേ അതിനെ അങ്ങ് ഭരിച്ച് നടത്തും. അതാണ് പാപത്തിന്റെ സ്വഭാവം. വായിച്ചോളൂ. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നു എങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്ര. എന്നിൽ വസിക്കുന്ന പാപം എന്നെ കൊണ്ട് ഇത് ചെയ്യിക്കുകയാണ്. അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എന്റെ പക്കലുണ്ട് എന്നൊരു പ്രമാണം കാണുന്നു. അതിന്റെ അർത്ഥം എന്നാന്ന് ചോദിച്ചാല്, ഈ ഒരു ഉദാഹരണം പറഞ്ഞാല്, ഈ ഒരു മനുഷ്യന് ഇവിടെ തലയും ഹൃദയവുമായിട്ട് 18 ഇഞ്ച് എന്നാ പറയുന്നത്. അപ്പൊ ഈ 18 ഇഞ്ചിലാണ് സ്വർഗരാജ്യം നഷ്ടപ്പെട്ടു പോകുന്നത് എന്ന് പറയാം. എന്ന് പറഞ്ഞാല് ഇവിടെ ഇരിപ്പുണ്ട്, പ്രാവർത്തികമായിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്ന് അത് ചെയ്യാൻ സാത്താൻ അനുവദിക്കുന്നില്ല എന്നാണ് പറയുന്നതിന്റെ ചുരുക്കം. വായിച്ചോളൂ. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. ഇന്നത്തെ ക്രിസ്ത്യാനി ഒത്തുമോ? ന്യായപ്രമാണം വേണ്ട, ഛർദില. ഇത് ന്യായപ്രമാണം കേൾക്കുമ്പം നമ്മൾ സാധാരണ മലയാള ഭാഷയിൽ പറയാണ്ട് കുരിശ് കണ്ട പിശാചിനെ പോലെ. വായിച്ചോളൂ. എങ്കിലും എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എന്റെ അവയവങ്ങളിൽ കാണുന്നു. എവിടെ കാണുന്നത്? അവയവങ്ങളിൽ കാണുന്നു അല്ലെ? എന്ന് പറഞ്ഞാൽ എന്നാന്നറിയാമോ? കയ്യെ കീഴടക്കി അല്ലേ, കാലിനെ കീഴടക്കി, കണ്ണിനെ കീഴടക്കി, ചെവിയെ കീഴടക്കി, അങ്ങനെ സകല അവയവങ്ങളിൽ. പാപത്തിന്റെ സ്വഭാവം എന്താന്ന് നമ്മൾ ചിന്തിക്കുന്നത്? ഈ പാപത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് കയറിയിട്ട് എല്ലാ അവയവങ്ങളെയും കീഴടക്കി ഭരിക്കുക. അതാണ് പാപത്തിന്റെ സ്വഭാവം. അതെന്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു. ബദ്ധനാക്കി കളയുന്നു എന്ന് പറഞ്ഞാൽ സ്ലേവ്, അടിമയാക്കി ഇരിക്കുക. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? അവിടെ നിൽക്കട്ടെ. പൗലോസ് അപ്പോസ്തലൻ നിലവിളിക്കുകയാണ് ഈ ഒരവസ്ഥയിൽ നിന്നും. അപ്പൊ അവസ്ഥയെ നന്നായിട്ട് പൗലോസ് അപ്പോസ്തലൻ വിവരിച്ചു. അതെ, പാപവും അതിന്റെ സ്വഭാവവും സൃഷ്ടിച്ചു. ദൈവം വസിക്കേണ്ട ഈ മന്ദിരത്തില് ഇത് പ്രവേശിച്ചു കഴിഞ്ഞാല് ഇവനിൽ നന്മയെന്ന് പറയുന്നത് ശേഷമില്ലാതെ വണ്ണം ഇതിനെല്ലാം ഉന്മൂലനാശം ചെയ്ത് ഭരിക്കുന്ന ഒരു സ്വഭാവം പാപത്തിനുണ്ട് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ ഞാൻ തന്നെ ബുദ്ധി കൊണ്ട് ദൈവത്തിന്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിന്റെ പ്രമാണത്തെയും സേവിക്കുന്നു. ഇതിനെ എങ്ങനെ കീഴടക്കാം എന്നുള്ളതാണ് അടുത്ത ചോദ്യം അല്ലേ? അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സാറിന് പാപത്തോട് ബൈ ബൈ പറയാം, പാപം ഒരിക്കലും സാറിനോട് ബൈ ബൈ പറയത്തില്ല. നോക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 4:13
ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. അങ്ങനെ പിശാച് സകല പരീക്ഷയും തികച്ച ശേഷം കുറെ കാലത്തേക്ക് യേശുവിനെ വിട്ടുമാറി. കുറെ കാലത്തേക്ക് വിട്ടുമാറി എന്ന് പറഞ്ഞാൽ എന്തുവാ? തീർന്നു പോയിട്ടില്ല. കർത്താവായ യേശു ക്രിസ്തു സാത്താനെ പരീക്ഷണത്തെയും കീഴടക്കി, എന്നിട്ട് സാത്താൻ അല്പകാലത്തേക്ക് അങ്ങോട്ട് മാറി, എന്നിട്ട് പിന്നെ എന്നാണ് വേറെ പുള്ളികളായിട്ട് വരും. ഇതെല്ലാം മനുഷ്യന്റെയും കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കൽ രക്ഷിക്കപ്പെട്ടതുകൊണ്ട് പിന്നെ രക്ഷിക്കപ്പെട്ടു എന്ന് പറയാൻ സാധ്യമല്ല എന്ന് ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, അല്ലേ? അവൻ തിരിച്ചു വരും എന്നുള്ളതാണ്. ഓക്കെ, ഇതിനെ എങ്ങനെ വിജയിക്കാം? 1 യോഹന്നാൻ 2:15-16 വായിക്കണം. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. അപ്പൊ നമ്മള് നേരത്തെ വായിച്ചപ്പം എനിക്ക് ജയം തരുന്ന കർത്താവിന് സ്തോത്രമെന്ന് പറഞ്ഞ് പൗലോസ് അവിടെ അവസാനിപ്പിച്ചു. ഓക്കെ, അപ്പൊ ഇതിന് വിജയം എവിടുന്നാ വരുന്നത്? യേശു ക്രിസ്തുവിൽ മാത്രമേ ഉള്ളൂ ഇതിന്റെ വിജയം നമ്മൾ മനസ്സിലാക്കി. എന്നാൽ തുടർന്ന് പിന്നെയും കാര്യങ്ങളുണ്ട്, അല്ലേ? അതുകൊണ്ട് എന്താണ്? ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. അത് തന്നെ. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹം ഇല്ല. അപ്പൊ ഇതിനെ അതിജീവിക്കുന്നതിനുള്ള ചില കാര്യങ്ങളാണ്. ലോകവും അതിനുള്ളതുമായിട്ട് യാതൊരു ബന്ധവും പാടില്ല. അങ്ങനെയല്ല കാണുന്നത്. ഇന്ന് പള്ളി പോകുന്നവരായാൽ പോലും അങ്ങനെയല്ല, അല്ലേ? ഒരു പക്ഷെ നെല്ലിൽ മനുഷ്യർക്ക് ഇന്ന് പള്ളിയിൽ പോകാൻ അറിഞ്ഞുകൂടാന്ന് പറഞ്ഞാൽ അത് ശരിയാ, അല്ലേ? അത് തന്നെ. ലോകത്തെയും അതിൻ്റെ മോഹത്തെയും എങ്ങനെ എത്ര ആഡംബരത്തോടാ പള്ളിയിൽ പോകുന്നത്, അല്ലേ? കാതയിലും തൂക്കിയിട്ടു, കഴുത്തയിലും തൂക്കിയിട്ടു, പുക്കളയിലും തൂക്കിയിട്ടു, കണ്ണയിലും തൂക്കിയിട്ടു, അങ്ങനെ മഷിയും ചായവും പെയിന്റും ഒക്കെ അടിച്ച് ആണ് ദൈവസന്നിധിയിൽ പോകുന്നത്, അല്ലേ? എന്ന് പറയുന്നു, ലോകത്തെയും അതിലുള്ള യാതൊന്നിനെയും സ്നേഹിക്കരുത്. അങ്ങനെ സ്നേഹിക്കാത്ത ഒരു തോന്നുന്നു. അപ്പം പിന്നെ മറ്റൊരു കാര്യം നമ്മൾ നേരത്തെ വായിച്ചു, എങ്ങനെയാണ് ഇത് അവയവങ്ങളിലൊക്കെയും കയറി പ്രവേശിച്ചിരിക്കുക, അല്ലേ? ബദ്ധനാക്കി കളഞ്ഞിരിക്കുക. യോബിന്റെ പുസ്തകം 31-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം വായിക്കണം. യോബ് 31:1. ഞാൻ എന്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തു. അവിടെ നിൽക്കട്ടെ. അപ്പൊ യോബനാണ്. യോബ് ഈ ലോകത്തിലെ പരീക്ഷണത്തിൽ കൂടെ കടന്നുപോയി, എന്നിട്ട് തന്റെ അനുഭവം ഒക്കെ എഴുതിയിരിക്കുകയാണ്. അതാണ് യോബിന്റെ പുസ്തകം എന്ന് പറയുന്നത്, അല്ലേ? എന്തു പറയുന്നു? ഞാൻ എൻ്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തു. അതിന്റെ അർത്ഥം എന്നാ? പാപത്തെ അതിജീവിച്ച് ജീവിക്കണമെന്ന രീതിയിൽ നിന്റെ അവയവങ്ങളുമായിട്ട് നീ ഒരു നിയമം ചെയ്യണം. കണ്ണുമായി നിയമം ചെയ്തു. അവിടെ എന്താണ് ബാക്കി പറയുന്നത്? എങ്ങനെയാണ്? പിന്നെ ഞാൻ ഒരു കന്യകയെ നോക്കുന്നെങ്ങനെ നോക്കി മോഹിക്കാതെ കണ്ണുമായിട്ടൊരു നിയമം ചെയ്യുകയാണ്. ഞാൻ ഇനിമേലാൽ ദൈവഹിതമല്ലാത്ത യാതൊന്നും കാണത്തില്ല എന്ന് ഈ കണ്ണുമായിട്ടൊരു നിയമം ചെയ്തു. അതിനെ നമുക്ക് വീണ്ടും കുറച്ചും കൂടെ മുന്നോട്ട് പോയി ചിന്തിക്കാം, അല്ലേ? കണ്ണ്, ചെവി, ദൈവഹിതമല്ലാത്ത യാതൊന്നും ഞാൻ ഈ ജീവിതത്തിൽ കേൾക്കത്തില്ലെന്ന് ചെവിയുമായൊരു നിയമം ചെയ്യുന്നു. വായുമായിട്ട് നിയമം ചെയ്യണോ? അയ്യോ, ഇതിനേക്കാളൊക്കെ കൂടുതൽ വായുമായിട്ട് ചെയ്യണം, അല്ലേ? ദൈവത്തെ സ്തുതിക്കുന്ന ഈ വായു കൊണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ്. വായു നിറച്ച് കള്ളം പറയാണ്. അപ്പൊ ഈ വായുമായിട്ടൊരു നിയമം ചെയ്യണം. എന്നാണ്? ഞാൻ ഇനിമേലാൽ വായു തുറന്നാൽ സത്യമേ പറയത്തുള്ളൂ എന്നുള്ളൊരു നിയമം നമ്മളോട് തന്നെ, നമ്മുടെ വായോട് ചെയ്യുന്ന രീതിയിൽ ഇതിനെ അതിജീവിച്ച് പോകുവാൻ തക്കണം സാധിക്കും. കൈയോട് നിയമം ചെയ്യണോ? തീർച്ചയായിട്ടും കൈയോട് നിയമം ചെയ്യണം. ഞാൻ ഇവിടെ എന്താണ് സ്ഥലത്തിൻ്റെ പേരെന്തുവാ മറന്നുപോയി. അവിടെ ചെന്നപ്പോൾ ഒരു പാസ്റ്ററിൻ്റെ മകനാ. അവിടെ മദ്യം കിട്ടത്തില്ല. അപ്പോൾ ഞാനങ്ങോട്ട് ഇറങ്ങി ചെല്ലാൻ നേരം എന്നോട് പറഞ്ഞു, ഈ പുറത്തുനിന്ന് വരുന്നവർക്ക് ഇത് കിട്ടും, അതുകൊണ്ട് 2 കുപ്പി മേടിച്ചുകൊണ്ട് വരണേ എന്ന് പറഞ്ഞു. സിംഗപ്പൂരിലാണ്. അപ്പോൾ അദ്ദേഹമാണ് എനിക്ക് പല സഹായങ്ങളും അവിടെ ചെന്ന് താമസിച്ച് കണ്ട് ഒക്കെ പോരാനുള്ളത്. എങ്ങനെ ഇല്ലെന്ന് പറയുന്നേ? അപ്പം അങ്ങേരോട് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അത് ഒരു തോന്നുന്നു. എന്ന് പറഞ്ഞാൽ ഞാൻ ദൈവത്തോട് പറയാം മറ്റൊന്ന്. അപ്പം ഞാൻ വിചാരിച്ചു, എവനോട് നോ പറഞ്ഞാലും കർത്താവിനോട് യേശു പറഞ്ഞ് തന്നെ ജീവിക്കാം എന്ന് കണ്ടു. അപ്പം ഞാൻ ഒരു കാലത്ത് നിയമം ചെയ്യാണ്. എൻ്റെ ഈ കരങ്ങൾ കൊണ്ട് മദ്യമെന്ന് പറയുന്ന ഒരു കാര്യമോ അങ്ങനെ ആകാത്ത ഏതൊരു കാര്യമോ ചെയ്യത്തില്ല എന്ന് ഞാൻ എൻ്റെ കൈയുമായിട്ട് ഒരു നിയമം ചെയ്യുന്നു. എങ്ങനെയാണ് ഇതിനെ അതിജീവിക്കുന്നത്?
അല്ലേ? മനുഷ്യനോട് ഈ അവയവങ്ങളിലെല്ലാം ഇത് പാർക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ദൈവം നമ്മൾക്ക് വചനത്തിൽ കൂടി ബുദ്ധി ഉപദേശിക്കുന്നതന്നെ ഈ അവയവങ്ങളോട് കാലിനോട് ചെയ്യണോ? വേണം, അല്ലേ? അങ്ങനെ നമ്മുടെ അവയവങ്ങളോടെല്ലാം ഒരു നിയമം ചെയ്താൽ ഈ പാപത്തെ അതിജീവിക്കാമെന്ന് വേദപുസ്തകം പറയുന്നു. യോഹന്നാൻ സുവിശേഷം 3:6-7 വരെ വായിക്കാം. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. നിങ്ങൾ പുതുതായി ജനിക്കണമെന്ന് ഞാൻ നിന്നോട് പറകയാൽ ആശ്ചര്യപ്പെടരുത്. അപ്പൊ എന്താണ് മറ്റൊന്നാണ്? പുതുതായിട്ട് ജനിക്കണം എന്ന് പറഞ്ഞാൽ എന്തുവാ? എന്ന് പറഞ്ഞാൽ എൻ്റെ കാര്യം പറഞ്ഞാൽ എൻ്റെ അപ്പൻ പാപിയും എൻ്റെ അമ്മ പാപിയും കൂടി ചേർന്ന് ഞാനാകുന്ന പാപിയെ സൃഷ്ടിച്ചു എന്ന് പറയാം. അപ്പൊ ഞാൻ എൻ്റെ എല്ലാ മനുഷ്യനും ഈ ലോകത്തിൽ ജീവിക്കുന്ന എങ്ങനെയാ? പാപത്തിലാണ്. ഈ പാപത്തിലാണ് ജീവിക്കുന്നത്. ഈ മനുഷ്യന് വീണ്ടും ജനനം ഉണ്ടാകണം. വീണ്ടും ജനനം ഉണ്ടാകുന്ന എങ്ങനെയാണെന്നുള്ള കാര്യം റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ട്. അവിടെ പോയി നമ്മൾ വായിക്കണ്ട. എന്ന് പറഞ്ഞാൽ ഈ പാപത്തെയും പഴയ മനുഷ്യനെയും വെള്ളത്തിൽ കുഴിച്ചിടുക. പാപസംബന്ധമായി മരിക്കുക. പാപസംബന്ധമായിട്ട് മരിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഞാൻ ഒരാൾ എഴുതിയിരിക്കുന്ന പുസ്തകം വായിച്ചുകൊണ്ട് മുതൽ ഇത്ര മനോഹരമായിരിക്കുന്നു, അതെന്നും എൻ്റെ തലയിൽ നിൽക്കുകയാണ് കേട്ടോ. പാപിയായ ഒരു മനുഷ്യൻ, വെറിക്കൂത്ത്, വ്യഭിചാരം, മോഷണം, കൊലപാതകം, അങ്ങനെ ഒരു മനുഷ്യൻ ഒരു ദിവസം അങ്ങ് മരിച്ചുപോയി. അപ്പോൾ സാറ് ഇദ്ദേഹത്തെ കാണാനായിട്ട് ചെല്ലുന്നു. പണ്ട് കുടിക്കുന്നവനായിരുന്നു. ഒരു കുപ്പി കള്ളവിടെ കൊണ്ടുവച്ചാൽ ഇവനിത് നോക്കുന്നുണ്ടോ? ഇല്ല. കാര്യം എന്നാ? മരിച്ചുപോയി. എടുക്കുന്നുമില്ല, കുടിക്കുന്നുമില്ല. കാര്യം എന്നാണ്? മരിച്ചു കിടക്കുക. ഇവൻ നേരത്തെ പോകുമ്പം ഈ കണ്ണുമായിട്ട് ഉടമ്പടിയൊന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെയുള്ള നോട്ടങ്ങളും സംസാരങ്ങളും ഒക്കെ ആയിരുന്നു. സ്ത്രീകൾ വന്ന് ഇപ്പുണ്ട്. ഇയാൾ നോക്കുന്നുണ്ടോ? ഇല്ല. സ്ത്രീയെ നോക്കുന്നുമില്ല, മോഹിക്കുന്നുമില്ല. കാര്യം എന്നാണ്? മരിച്ചുപോയെന്ന്. അപ്പൊ പാപ സംബന്ധമായി മരിക്കുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്നുള്ള കാര്യം മറ്റൊരു വ്യക്തി എന്നെ പഠിപ്പിച്ചു. ഐ സെഡ് പ്രൈസ് ദ ലോർഡ്. അല്ലേ? അപ്പൊ അങ്ങനെ ഒരു സമർപ്പണത്തിൽ നമ്മൾ ജീവിച്ചെങ്കിൽ മാത്രമേ ഈ പാപത്തെ കീഴടക്കി ഭരിച്ച് ജീവിക്കാൻ സാധിക്കത്തുള്ളൂ എന്നാണ് നാം പറയുന്നതിന്റെ ചുരുക്കം. 2 കൊരിന്ത്യർ 10:3 മുതൽ 5 വരെ വായിക്കാം. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. കോട്ടയെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്നറിയാമോ? സാത്താൻ ഇതിനകത്ത് കയറി കോട്ട കെട്ടി അതിനകത്ത് ഇരിക്കുക. ഇതിനെ അടിച്ച് തകർത്ത് കയറുന്ന മറ്റൊരു ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനെ അടിച്ചു പുറത്താക്കിയിട്ട് ഇതിനെ വിജയിക്കാൻ പറ്റത്തുള്ളൂ എന്നാ വായിച്ചോളൂ. കോട്ട തകർക്കണം. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിയുമിരിക്കുന്നു. അതന്നെ. എന്ത് മനസ്സിലായി? പാപത്തോടുള്ള വലിയ പോരാട്ടം. അതെ. ആ പോരാട്ടത്തിൽ നമ്മൾ വളരെ സജീവമായിരുന്നു. മറ്റൊരു സ്ഥലത്തും പറയുന്നുണ്ട് പാപത്തോടുള്ള പോരാട്ടത്തിൽ. എഫേസ്യസ് 6-ാം അധ്യായത്തിൽ തോന്നുന്നു പോരാട്ടം, അല്ലേ? അതൊക്കെ വായിച്ചു മനസ്സിലാക്കി ഇതെല്ലാം നമ്മുടെ പ്രായോഗിക ജീവിതത്തിന്റെ ഭാഗമാക്കുന്നെങ്കിൽ നമുക്ക് ഈ പാപത്തെ കീഴടക്കി ജീവിക്കുവാൻ തക്കണം സാധിക്കത്തുള്ളൂ. ഇനിയും പാപത്തിന്റെ പ്രതിവിധി യോഹന്നാൻ 1:9. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവിടുന്ന് നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. അത് തന്നെ. ഇത് ഈ ലോകത്തിലുള്ള പ്രയാസമേറിയ കാര്യങ്ങളിൽ ഒന്നാണ്. എന്താണ്? ഞാൻ തെറ്റിപ്പോയി എന്ന് സമ്മതിക്കുക എന്നുള്ള കാര്യം. ഇങ്ങനെ കോട്ട കെട്ടി അതിനകത്ത് ഇവൻ പാർക്കുന്നവൻ ഇത് സമ്മതിക്കത്തില്ല, അല്ലേ? തെറ്റിപ്പോയി. എടാ, വീണ്ടും എടുത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട്. അല്ലെ, മറ്റൊന്ന് പറയാം. കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ട് വന്ന് നമ്മൾ മുമ്പേ എന്ത് വെച്ചാൽ വെള്ളത്തിൽ പാവിയെ വെള്ളത്തിൽ കുഴിച്ചിട്ടു, പാപത്തെയും കുഴിച്ചിട്ടു എന്ന് പറയും. ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് തളിച്ചേച്ച് പറയാണ് നീ സ്നാനപ്പെട്ടു പോയെന്ന്. കേട്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? അല്ലേ? വെള്ളം കൊണ്ട് തളിച്ചേച്ച് പറയാ സ്നാനമായ പോയെന്ന് പറയാ. അല്പം കടന്നു പോകും. എന്നിരുന്നാലും പറയേണ്ട കാര്യമുണ്ട്.
യെശയ്യാ പ്രവാചകൻ പറഞ്ഞെങ്കിൽ എനിക്കും പറയുന്നതിന് കുഴപ്പമില്ല. സാറ് ഇത് വായിച്ചിട്ടുണ്ടല്ലോ, കുരയ്ക്കാൻ വഹിയാത്ത ഊമനായ്ക്കൾ. അതിനെപ്പറ്റി അധികം ഞാൻ പറയുന്നില്ല. അപ്പോൾ ഈ പ്രസംഗിക്കുന്നവരും ഈ പൊതുജനം പാവങ്ങൾ, അവർക്ക് മനസ്സിലാകുന്നില്ല അതൊരു കാര്യം അല്ലേ. കുരയ്ക്കാൻ വഹിയാത്ത ഊമനായ്ക്കൾ. ഓൾറൈറ്റ്. അപ്പോൾ 1 യോഹന്നാൻ 1:9 നമ്മൾ വായിച്ചത് എന്താണ്? പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ ദൈവസന്നിധിയിൽ, വേറെ ഒരു മനുഷ്യൻ്റെയും സന്നിധി നീ പോകണ്ടെന്ന്, ദൈവസന്നിധിയിൽ ചെന്നിട്ട് പറയുക, കർത്താവെ ഇത്രയും നാൾ ഞാൻ വചനത്തിലില്ലാതെ വിശ്വസിച്ചു പോയി, ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ കർത്താവ് ക്ഷമിച്ചു തരും അല്ലേ. അതെ. മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ എന്തോ പറ്റുമെന്നും കൂടെ നോക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം വായിക്കാം. അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വളരെ, ഇത് പ്രവചനമല്ല അല്ലേ. അതെ, വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നിനക്ക് സത്യം എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞിട്ട് നീ മാനസാന്തരപ്പെടുന്നെങ്കിൽ നീക്കുപോക്ക് കൂടാതെ നശിച്ചു പോകുമെന്ന് വേദപുസ്തകം പറയുന്നു. ഒരു വാക്യം കൂടെ യോഹന്നാൻ 1:29 വായിക്കാം. പിറ്റേന്നാൾ യേശു തന്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. കണ്ടാലും ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഈ കുഞ്ഞാടിനെ കാണണം, ഈ കുഞ്ഞാടുമായിട്ട് സ്നേഹത്തിൽ ആകണം, ബന്ധപ്പെടണം. അപ്പോഴവിടുന്ന് ശക്തി ഇങ്ങോട്ട് പകർന്നു തരും. അന്നേരം നമുക്ക് ഈ പാപത്തെ കീഴടക്കി ജീവിക്കാൻ സാധിക്കുമോ? സാധിക്കും. സാധിക്കാത്ത കാര്യമൊന്നും ദൈവം പറഞ്ഞിട്ടില്ല. മർക്കോസിന്റെ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിന്റെ 15-ഉം 16-ഉം കൂടെ വായിക്കാം. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവധിയിൽ അകപ്പെടും. മുക്കാലും പോക്കാം. ദൈവം ഇത് വെച്ചിട്ടാണ് ന്യായം വിധിക്കുന്നെങ്കിൽ മുക്കാലും പോക്കാം. കാര്യം എന്നാ? വിശ്വസിക്കുന്നതിന് മുമ്പിട്ട് സ്നാനപ്പെടുത്തുക അല്ലേ. മറ്റൊരു ഉദാഹരണം പറയാം, പക്ഷെ അത് ശരിയല്ല, അതുകൊണ്ട് ഞാനിപ്പോൾ പറയുന്നില്ല. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ കിടന്ന് എന്തോ പറഞ്ഞു, പല കാര്യങ്ങൾ പറഞ്ഞത്. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, നിവൃത്തിയായി. പറഞ്ഞതിനെന്നറിയാമോ? ലോകത്തിൻ്റെ പാപത്തെ ചുമന്നുകൊണ്ട് പാപത്തിന് വേണ്ടിയിട്ട് മരിച്ചു. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. കർത്താവായ യേശു ക്രിസ്തു ദൗത്യം പൂർത്തീകരിച്ചു. ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞെങ്കിൽ എല്ലാ വിശ്വാസികളും എന്ത് പറയാനെന്നറിയാം? പാപവുമായിട്ടുള്ള ബന്ധവും ജീവിതവും ഇറ്റ് ഈസ് ഡൺ ആൻഡ് ഫിനിഷ്ഡ് എന്ന് പറയുന്നു. കർത്താവിൽ പ്രിയമുള്ളവരെ, നമ്മളിന്ന് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനത്തിലൂടെ കേട്ടത് പാപത്തെ എങ്ങനെ അതിജീവിക്കാം, പാപത്തിൻ്റെ പ്രകൃതം എന്താണ്. അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനത്തിലൂടെ പാപം എങ്ങനെ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ അധിവസിക്കുന്നു എന്നതിനെക്കുറിച്ച് വിശദമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് നമ്മൾ കണ്ടത് പാപത്തെ നമുക്ക് എങ്ങനെ അതിജീവിക്കാം. നാം നമ്മുടെ അവയവങ്ങളുമായിട്ട് ഒരു നിയമം ചെയ്യണമെന്ന് മനസ്സിലാക്കി. പിന്നീട് നമ്മൾ മാനസാന്തരപ്പെടണമെന്ന് മനസ്സിലാക്കി. നാം സ്നാനപ്പെടണമെന്ന് മനസ്സിലാക്കി. കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് വരണമെന്ന് മനസ്സിലാക്കി. അങ്ങനെ നമ്മൾ പാപത്തെ അതിജീവിക്കാനുള്ള ധാരാളം വഴികൾ തിരുവചനത്തിലൂടെ നമുക്ക് മനസ്സിലായി. തുടർന്നും നമുക്ക് ദൈവത്തിന്റെ വചനം പഠിക്കാം. നമ്മുടെ ജീവിതത്തിൽ പാപത്തോട് വിട പറഞ്ഞിട്ട് ഒരു വിശുദ്ധ ജീവിതം നയിക്കാനും കർത്താവിന്റെ വരവിനായിട്ട് ഒരുങ്ങുവാനും ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. എല്ലാ അനുഗ്രഹത്തിന്റെയും ഉറവിടമായിരിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നടികളെ കേൾപ്പിച്ച മാറ്റമില്ലാത്ത തിരുവചനത്തിനായിട്ട് സ്തോത്രം. കർത്താവേ, അടിയങ്ങൾ പാപലോകത്തിൽ, പാപത്തിന്റെ എല്ലാ സാധ്യതകളും പിശാച് തുറന്നു വെച്ചിരിക്കുന്ന ലോകത്തിൽ അടിയങ്ങൾ ജീവിക്കുന്നു. എന്നാൽ പാപം വിട്ട് ജീവിക്കേണ്ടത് ആവശ്യമാണെന്ന് അടിയങ്ങളെ കേൾപ്പിച്ചതിനായിട്ട് സ്തോത്രം. നീയോ അതിനെ കീഴടക്കണം എന്ന് കയ്യനോട് പറഞ്ഞതുപോലെ പാപത്തെ കീഴടക്കുവാനുള്ള കൃപ നൽകണമേ. കർത്താവെ, പാപത്തെ അടിയങ്ങൾ കീഴടക്കിയാലും പിന്നെയും അത് വാതിൽക്കൽ കിടക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് വളരെ ഗൗരവത്തോടെ വിശുദ്ധ ജീവിതം നയിപ്പാൻ സഹായിക്കണം. വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. വചന ശുശ്രൂഷിച്ച ദാസനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അടിയങ്ങൾ പഠിക്കുന്ന പാഠങ്ങളൊക്കെ അടിയങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമേ. എല്ലാ നന്മകളാലും നിറയ്ക്കണം. വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുന്നു.
ഒരു വിശുദ്ധ ജീവിതം നയിപ്പാനുള്ള പ്രതിഷ്ഠ പ്രിയമക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്തിലും കടബാധ്യതകളിലും ഭാരങ്ങളിലും ഞെരുക്കങ്ങളിലും ഒക്കെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും മനസ്സലിയണമേ. എല്ലാ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ താഴ്മയായിട്ട് യാചിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. കർത്താവിൽ പ്രിയമുള്ളവരെ, എല്ലാ ഞായറാഴ്ചയും രാവിലെ 6:30 ജയ്ഹിന്ദ് ചാനലിലുള്ള ഈ സംപ്രേഷണം നിങ്ങൾ കാണുക, കേൾക്കുക, മറ്റുള്ളവരോടും പറയുക. നമുക്ക് സത്യവചനം യഥാർത്ഥമായിട്ട് മനസ്സിലാക്കുവാനും ഗ്രഹിക്കുവാനും ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പാസ്റ്റർ ജോയ്മോൻ മത്തായി എഴുതിയ സത്യസഭ എന്ന പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്തും. ദൈവത്തിന് ഒരു സഭയുണ്ടോ? ഇന്ന് ലോകത്തിൽ കാണുന്ന എല്ലാ സഭകളും സത്യസഭകളാണോ? ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ള പുസ്തകങ്ങൾ സത്യസഭയ്ക്ക് ബാധകമല്ലേ? സത്യസഭ ദൈവകൽപ്പനകൾ മാറിപ്പോയി എന്ന് അവകാശപ്പെടുന്നവരുടെ കൂട്ടമാണോ? സത്യസഭയിലേക്ക് ദൈവം തെളിച്ചിട്ടിരിക്കുന്ന വഴി ഏതാണ്? തുടങ്ങി സത്യസഭയെക്കുറിച്ച് നാം അവശ്യം അറിഞ്ഞിരിക്കേണ്ട വിലപ്പെട്ട അറിവുകൾ കോർത്തിണക്കിയ പുസ്തകം. ഈ പുസ്തകം ആവശ്യമുള്ളവർ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 9747097977. നമ്പർ ഒരിക്കൽ കൂടെ പറയാം, 9747097977. ശ്രീ പേരകത്ത് ചെറിയാൻസ്കറിയ എഴുതിയ ഒരു ഉത്തമ ഗ്രന്ഥം നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. ഇത് തിരുവചന സത്യം. ക്രൈസ്തവ ലോകത്ത് പരക്കെ പ്രചരിക്കുന്ന അബദ്ധ ഉപദേശങ്ങളും സംശയങ്ങളും വചനാടിസ്ഥാനത്തിൽ ദൂരീകരിക്കുന്ന ഗ്രന്ഥമാണിത്. ദൈവത്തിന്റെ അരുളപ്പാടുകൾ സാർവത്രികമാണെന്നും അത് നിത്യമാണെന്നും ലളിതമായും യുക്തിഭദ്രമായും അവതരിപ്പിക്കുന്ന ഗ്രന്ഥം. ഈ ഗ്രന്ഥം തികച്ചും സൗജന്യമായിട്ട് നൽകുന്നു. ഈ പുസ്തകം ആവശ്യമുള്ളവർ വിളിക്കേണ്ട നമ്പർ 9747097977. ഒരിക്കൽ കൂടെ പറയാം, 9747097977. പ്രവചന ശബ്ദം ക്രൈസ്തവ കുടുംബ മാസിക. സമകാലീന സംഭവങ്ങൾ, ആരോഗ്യ ദൂതുകൾ, പ്രവചനങ്ങൾ എന്നിവ കോർത്തിണക്കിയ ഉത്തമ കുടുംബ മാസിക. വാർഷിക വരിസംഖ്യ 200 രൂപ മാത്രം. വരിക്കാരാകുവാൻ ആഗ്രഹിക്കുന്നവർ വിളിക്കേണ്ട ഫോൺ നമ്പർ 9156433122 974709797977.